രോമത്തിൻ്റെ ടെൻഡൻസി കൂടുതലുണ്ടാവുക, അതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് വിവാഹം ചെയ്യുന്ന അധികം ദമ്പതികളിലും കുട്ടികളുണ്ടാകുന്നത്, അവരിൽ പ്രഗ്നൻസി നടക്കുന്നത് പെട്ടെന്ന് നടക്കുന്നത് ഏകദേശം 60% മാത്രമാണ്. അതിൽ തന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് 10-40%. ഭക്ഷണവും അതുപോലെ കാലക്രമത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങളുമൊക്കെ അതിന് കാരണമായി ഭവിക്കാറുണ്ട്. ഈ രോമത്തിൻ്റെ പ്രശ്നം, സ്ത്രീകളുടെ കൈകാലുകളിൽ ചെറിയ രോമം ഇങ്ങനെ കാണാറുണ്ട്. ആ രോമം അത് വളരെ നേർത്ത രീതിയിലുള്ള രോമം, അതിനെ സാധാരണ പൂച്ചമുടി എന്നൊക്കെ പറയും. ആ രോമമല്ല, അത് മിക്കവാറും ചില സ്ത്രീകളിലൊക്കെ കാണാറുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ കാണപ്പെടുന്നത് പോലെ കട്ടിയുള്ള രോമം മടമ്പുകാലിൻ്റെ മുകൾ ഭാഗത്തായി കാൽ ഭാഗത്ത് കാണപ്പെടുന്ന സ്ത്രീകൾ, ആ സ്ത്രീകൾ യാതൊരു കാരണവശാലും വിവാഹം കഴിഞ്ഞ് മക്കൾ കുറച്ച് കഴിയട്ടെ പിന്നെയാവട്ടെ എന്ന് കരുതി മാറ്റിവെക്കാൻ പാടില്ല. കാരണം സമയം കഴിയുന്തോറും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ രോമത്തിൻ്റെ ടെൻഡൻസി കൂടുതലുള്ളവരിൽ പ്രഗ്നൻസി സാധ്യത കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഉള്ള സ്ത്രീകൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ വിഷമങ്ങൾക്കും, ബുദ്ധിമുട്ടുകൾക്കും നമുക്ക് എല്ലാ ദിവസവും ഫാത്തിഹ ഓതാനും യാസീൻ ഓതാനും ഒക്കെ കഴിയുന്ന എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു മഹാനാണ് ലക്ഷദ്വീപിലെ കവരത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുന്ന് മംഗലാപുരം ജനിച്ച് കണ്ണൂർ ഭാഗത്ത് അതുപോലെ ലക്ഷദ്വീപിലും ആയി, ഈ 2 ഭാഗങ്ങളിലും കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെ പല ആത്മീയ മണ്ഡലങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വലിയ മഹാനാണ്. അവിടുന്ന് ലക്ഷദ്വീപിൽ ഇന്നും അദ്ദേഹം അവിടുന്ന് ഗർഭിണികൾക്ക് സുഖപ്രസവം നടക്കാൻ വേണ്ടി എഴുതി കൊടുത്തിരുന്ന പാത്രം, ഒരു പ്ലേറ്റ്, അതിന്നും അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇന്നും അതിൽ പോയി വെള്ളം ബർക്കത്തിന് വേണ്ടി എടുക്കുന്നവരുണ്ട്. അതുപോലെ സുഖപ്രസവം നടക്കാൻ വേണ്ടി അവിടുത്തെ പ്രത്യേകമായ ഇജാസത്തും അനുമതി പ്രകാരവും ധാരാളം ആളുകൾക്ക്, ഉസ്താദന്മാർക്ക് ലഭിച്ച ഒരു ഇജാസത്തിൻ്റെ മാർഗമുണ്ട്. അതുവഴി ആ ഉസ്താദന്മാരിൽ നിന്നും ബന്ധപ്പെട്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒരു ഗർഭിണിയായ സ്ത്രീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ പ്രസവത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല, വേദന രഹിതമായിരിക്കും, അതുപോലെ സുഖപ്രസവമായിരിക്കും. അങ്ങനെ ഒക്കെ ഒരുപാട് ഫലങ്ങൾ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് കണ്ണൂർ ഭാഗങ്ങളിൽ ഭർത്താവിൻ്റെ വീട്ടിലല്ല, ഭാര്യയുടെ വീട്ടിലാണ് സ്ത്രീകൾ താമസിക്കുക. അതുപോലെ ലക്ഷദ്വീപിലും അങ്ങനെയാണ്. നിറഗർഭിണിയായ ഒരു സ്ത്രീ വെള്ളവുമേന്തി ഇങ്ങനെ വേച്ച് നടന്നു പോകുന്നത് കണ്ടപ്പോൾ അത് കണ്ട സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി ഉത്തരവിറക്കിയതാണ്, സ്ത്രീകളൊന്നും ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കേണ്ട, അവരുടെ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി എന്ന് നിയമം ഇറക്കി. കണ്ണൂർ ഭാഗത്തും കേരളത്തിൻ്റെ വടക്ക് പല ഭാഗത്തും പെണ്ണിൻ്റെ അതേ വീട്ടിൽ തന്നെ പെണ്ണ് താമസിക്കുന്ന ആ ഒരു സമ്പ്രദായം അത് പ്രഖ്യാപിച്ചത് മഹാനുഭാവനാണ്, സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹിയാണ്. അതുപോലെ സ്ത്രീകൾ ധാരാളം പേർ അവിടുത്തെ മുന്നിലേക്ക് പോയി അവരുടെ പ്രശ്നങ്ങളും പരാതികളുമൊക്കെ പറഞ്ഞു. ഒരു ദിവസം നടന്നു പോകുമ്പോൾ
പ്രസവവേദന കൊണ്ട് കരയുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അത് സഹിക്കാൻ പറ്റാതെ ഇനി മുതൽ ലക്ഷദ്വീപിൽ പ്രസവിക്കുന്നവർക്ക് വേദനയില്ലാതെ അല്ലാഹു തആല പ്രസവം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയും നേരത്തെ പറഞ്ഞതുപോലത്തെ ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഗർഭിണിയാവുന്ന 1-ാം മാസം മുതൽ തുടരുന്നവർക്ക് വേദന തീരെ ഇല്ലാതെ തന്നെ അവർ പ്രസവിക്കുന്നു എന്ന അനുഭവങ്ങൾ ധാരാളം സ്ത്രീകളിൽ നിന്ന് ഈ ഉള്ളവൻ തന്നെ അവിടുന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മഹാനാണ് സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടുത്തെയുടെ പേരിൽ ഓതേണ്ടുന്ന 1-2 മുജറബാത്തുകൾ, 1-2 രീതികളുണ്ട്. അതിൽ ഏറ്റവും ഒരെണ്ണം മാത്രം ഇപ്പോൾ പറയുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് വേണ്ടപ്പെട്ടവർക്ക്, ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇജാസത്തോടു കൂടി നൽകുന്നതാണ്. ഒന്നാമത്തത്, ആദ്യം അവിടുത്തെയുടെ ഹദറത്തിനെ മനസ്സിൽ കരുതിയിട്ട് 7 ഫാത്തിഹ പാരായണം ചെയ്യുക. ഗർഭിണി ആവാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയാണ് പാരായണം ചെയ്യേണ്ടത്. 7 ഫാത്തിഹ പാരായണം ചെയ്യുക. 7 ഫാത്തിഹ പാരായണം ചെയ്തതിന് ശേഷം ഒരു യാസീൻ ഓതുക. അവിടുത്തെയുടെ പേരിൽ ഒരു യാസീൻ ഓതുക. ഓതിയതിന് ശേഷം ദുആ ചെയ്യുക. മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് സന്താന സൗഭാഗ്യം നൽകണേ എന്ന് ദുആ ചെയ്യുക. ദുആ ചെയ്തതിന് ശേഷം ഇത് ആദ്യത്തെ ദിവസം, 1-ാമത്തെ ദിവസം ഇങ്ങനെ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ ദിവസം മുതൽ തുടക്കത്തിൽ ഒരു ഫാത്തിഹ, ആദ്യത്തിൽ ഒരു ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഓതുക. രണ്ടാമത്തെ ഫാത്തിഹ ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഓതുക. മൂന്നാമത്തെ ഫാത്തിഹ അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ പേരിൽ ഓതുക. ഈ 3 ഫാത്തിഹയും ഓതിയതിനു ശേഷം മുഹമ്മദ് ഖാസിം വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ യാസീൻ ഓതുക. ഈ രണ്ടാമത്തെ ദിവസം പോലെ തുടർന്ന് 41 ദിവസം തുടർന്ന് പാരായണം ചെയ്യുക. 41 ദിവസം തുടർന്ന് പാരായണം ചെയ്യുക. 41 ദിവസത്തിൽ ഋതുമതികളാവുന്ന ആ ഒരു ഇടവേള വരികയാണെങ്കിൽ ആ ഒരു ഭാഗം കണക്ക് കൂട്ടേണ്ടതില്ല. 15 ദിവസമാവുമ്പോഴാണ് ഓതാൻ പറ്റാതെയാകുന്നത് എങ്കിൽ പിന്നെ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമ്പോൾ 16 എന്ന നിലയിൽ തുടങ്ങിയാൽ മതിയാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മാർഗം ചൊല്ലേണ്ടത്. ധാരാളം ആളുകൾക്ക്, ധാരാളം സ്ത്രീകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു തആല നല്ല സൽസന്താനങ്ങൾ നൽകി അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ.